ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം വയറുമുട്ടെ കഴിക്കുക കേട്ടോ. അതിനുശേഷം പ്രകാശൻ കരയുന്നുണ്ട്. എന്താണ് മോനെ, എന്തിനാ നീ കരയണത് എന്ന് അമ്മ ചോദിക്കുമ്പോ, എല്ലാമ്മേ എന്റെ വിക്രത്തിന് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എത്രമാത്രം ഇഷ്ടമാണെന്ന് നമുക്കറിയാലോ. അമ്മ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കി അവൻ ചോറ് 2 പ്ലേറ്റ് ചോറ് കഴിക്കും. അങ്ങനെയായിരുന്നു അവൻ. ഇന്നും കൂടി ജയിലിൽ പോയപ്പോ അമ്മ ഉണ്ടാക്കിയ ഫുഡിനെ കുറിച്ചായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജയിലിൽ അവൻ വെറും ഉണക്കപ്പുട്ടോ അല്ലെങ്കിൽ ഉണക്ക ചപ്പാത്തിയോ ഗോതമ്പുണ്ടോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനിവിടെ നല്ല ഫുഡ് കഴിക്കുമ്പോ എനിക്ക് വളരെ വിഷമം തോന്നുന്നു അമ്മേ. എടാ പ്രകാശ, ഇപ്പൊ ജയിലിൽ പഴയ പോലത്തെ ഫുഡൊന്നും അല്ലടാ, അവർക്ക് നല്ല ഫുഡ് തന്നെ അവര് കൊടുക്കണത്. അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതേ. ഭക്ഷണത്തിന് മുമ്പിൽ കരയരുതെന്ന് ഞാൻ നിന്റെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കണ്ണു തുടക്കം അല്ലെങ്കിൽ ദോഷം വരും. ആ ശരി അമ്മ, നമ്മുടെ കണ്ണു തുടക്കമാണ്. അതേടാ, ദോഷം വരും, ഒരുപാട് ദോഷം വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് അമ്മൂമ്മ മനസ്സിൽ വിചാരിക്കാട്ടോ. എടാ പ്രകാശ, കുറച്ചുകൂടി ചോറ് കഴിക്കടാ. വേണ്ടമ്മേ, വയറ് പൊട്ടാനായി. പിന്നെ ഞാൻ ഈ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചത് ആർക്ക് വേണ്ടിട്ടാ? കഴിക്കടാ കഴിക്കടാ എന്ന് പറയാണ്. എന്നാലും വേണ്ടമ്മേ എന്ന് പറയുമ്പോഴേക്കും കഴിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ഫുഡ് കൊടുക്കാട്ടോ. അങ്ങനെ പ്രകാശം ഭക്ഷണം ഫുള്ളും കഴിക്കുന്നുണ്ട്. ഹാവോ, വയറ് നിറഞ്ഞു. എടാ മോനെ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, എന്നാ ഒരു ഗ്ലാസ് തിളപ്പിച്ച പാല് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണം. ഓഹോ, അമ്മ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, ഒരു കുഞ്ഞു പിള്ളേരെ പോലെ നോക്കണ പോലെ. എടാ പ്രകാശ, എനിക്ക് നീ ഒരാളെ ഉള്ളൂ. നിന്നെ എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. നീ എത്ര വലുതായാലും എത്ര പിള്ളേരുടെ അച്ഛനായാലും വയസ്സായാലും എന്റെ മനസ്സിൽ നീ എന്റെ മോൻ തന്നെയാണ്, ചെറിയ കുഞ്ഞു തന്നെയാണ് എന്ന് പറയാണ്. ഓ, അമ്മയുടെ സ്നേഹം കുറച്ചു നാൾ കിട്ടാതിരുന്നപ്പോ ഞാൻ എന്തുമാത്രം വേദനിച്ചു എന്നറിയാവോ. എടാ പ്രകാശ്, അതിനു വേണ്ടിട്ട് ഞാൻ വന്നത്. ഇനി ചിലപ്പോൾ ഞാൻ നിന്റെ കൂടെ ഇവിടെ നിന്നെന്നും വരും. ഓ, എങ്കിൽ എനിക്ക് സന്തോഷമായമ്മേ എന്ന് പറയാണ്. എങ്കിൽ കിടന്നുറങ്ങിക്കോ, സമയം ഒത്തിരി ആയില്ലേ. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് പ്രകാശ് റൂമിലേക്ക് കിടക്കാൻ വേണ്ടി പോകുക കേട്ടോ. അങ്ങനെ പ്രകാശ് നല്ല ഉറക്കമാണ്, ശരിക്കും കിടന്നുറങ്ങുന്നുണ്ട്. അമ്മൂമ്മയാണെങ്കിൽ ഉറങ്ങടാ, അതിന്റെ അവസാനത്തെ ഉറക്കമാടാ ഇത് എന്ന രീതിയിൽ വേഗം തന്നെ അടുക്കളയിലേക്ക് പോകുവാണ്. എന്നിട്ട് അവിടെ ഒളിപ്പിച്ചെന്നല്ല ഇരുമ്പൊലൊക്കെ എടുത്ത് കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുവാട്ടോ. എന്റെ പ്രകാശിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. അവന്റെ ഉറക്കം കണ്ടില്ലേ. നാളെ ആരുടെ നെഞ്ചത്തേക്ക് കേറാമെന്ന് ആലോചിച്ചിട്ട് കിടന്നുറങ്ങുമായിരിക്കും. കല്യാണി മോളായിരിക്കും ഇല്ലാതാക്കാൻ വേണ്ടി അവൻ തീരുമാനിക്കണത്. അതിനു മുമ്പ് ഞാൻ നിന്നെ ഇല്ലാതാക്കോടാ എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ അടുത്തേക്ക് വരുവാണ്. അതിനുശേഷം പ്രകാശിനെ ശരിക്കും നോക്കുന്നുണ്ട്. നിന്നെയൊക്കെ ജനിപ്പിച്ച എന്നെ പറഞ്ഞാ മതി, എത്രയൊക്കെ അവസരം ഉണ്ടായിട്ട് നന്നാവില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുക നീ. ആ ജയിലിൽ തലതല്ലി പൊട്ടിച്ചവനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ നീ ഇനി ഈ ലോകത്ത് വേണ്ടടാ എന്ന് പറഞ്ഞിട്ട് ആ അമ്മുമ്മ എനിക്ക് ഇരുമ്പോലൊക്കെ വെച്ചിട്ട് പ്രകാശിന്റെ കാലിലിട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാട്ടോ. ആ അടി കിട്ടുന്ന പ്രകാശ് ഇവിടെ ആന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേക്കണേ. അമ്മ എന്താ അമ്മയെ കാണിക്കണത്, എന്റെ കാല് ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ ഇങ്ങനെ അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുമ്പോ, അതേടാ ഒടിയണം, നിന്റെ 2 കാലും നീ നടക്കാൻ പാടില്ല, നീ ഇനി നിരങ്ങണോടാ, നീ ഒരിക്കലും നടക്കാൻ പാടില്ല. അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മക്ക് ബോധം നഷ്ടപ്പെട്ടോ? ഇത് ഞാനമ്മേ, പ്രകാശനാണ്. അമ്മ വല്ല സ്വപ്നവും കണ്ടോ? സ്വപ്നം ഒന്നും കണ്ടില്ലടാ, ഞാനിവിടെ വന്നതിന് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടാടാ. നീ എന്താണ് വിചാരിച്ചത്? കല്യാണി മോളെ കിരൺ മോളെ ഞാൻ കൊല്ലുമെന്നോ? അല്ല അവരെ ഞാൻ പെട്ടെന്നൊരു ദിവസം വേണ്ടാന്ന് വെച്ചെന്നോ? ഇല്ലടാ ഭാനുമതി അമ്മ അങ്ങനെയൊന്നും അല്ല. സ്നേഹം കാണേണ്ടടുത്ത് സ്നേഹിച്ചു നിൽക്കാൻ എനിക്കറിയാടാ. നീയാണ് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കണത്. എടാ കുറെ നാള് കല്യാണിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടന്നതല്ലേടാ. അവളുടെ കൂടെ ദൈവം ഉള്ളത് കൊണ്ടിട്ടാ അവളെ അങ്ങനെ പെട്ടെന്ന് ആർക്കും ഇല്ലാതാക്കാൻ പറ്റാത്തത്, മനസ്സിലായോ? പക്ഷെ നീ പറഞ്ഞു നീ അവളെ ഇല്ലാതാക്കിയിട്ട് ജയിലിൽ കിടക്കാനും വന്നാലും കുഴപ്പമില്ല, നീ മരിച്ചാലും കുഴപ്പമില്ലെന്ന്. അതേടാ, നീ മരിക്കടാ, നിന്നെ പ്രസവിച്ചത് ഞാനാണ്. ആ എന്റെ കൈ കൊണ്ട് തന്നെ നീ ഇല്ലാതാവടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇരുമ്പൊലൊക്കെ വെച്ച് അടിക്കുകയാണ്. അമ്മ വേണ്ടമ്മേ, അമ്മ എന്തൊക്കെയാ കാണിക്കണത് കിളവി? അപ്പൊ നിങ്ങളിവിടെ വന്ന് ഭക്ഷണമൊക്കെ തന്നത് എന്നെ പറ്റിക്കുമായിരുന്നല്ല. അതേടാ, എല്ലാം എന്റെ നാടകം തന്നെയായിരുന്നു, കള്ളക്കിളവി എന്നൊക്കെ പറയുമ്പോഴേക്കും വീണ്ടും പ്രകാശിനെ ഇരുമ്പൊലൊക്കെ വെച്ച് അടിക്കുകയാണ് അമ്മ. അങ്ങനെ പ്രകാശിന്റെ 2 കാലും അതായത് ആ രീതിയിൽ ഒടിഞ്ഞ പരുവത്തിലായത്, കാലില്ല ആ രീതിയിലായിട്ട് പ്രകാശ്. അങ്ങനെ പ്രകാശ് നിലവിളിച്ച് വാവിട്ട് അങ്ങനെ കരയാണ്. അപ്പൊ അമ്മ പറയുന്നുണ്ട്, മതിയടാ, ഇത്ര അടി മതി, ഇനി നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, അത് മതി എനിക്ക്. എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലല്ലോ, നീ കല്യാണി മോളെ കൊല്ലാൻ വേണ്ടി പോകുള്ളൂ. എന്താ നീ ഇനി അതിനെ പറ്റില്ലല്ലോ നിനക്ക്. ഇനി നീ നിരങ്ങണത് എനിക്ക് കാണണം. കിളവി, നിങ്ങളൊരു ആംബുലൻസ് എങ്കിലും വിളിച്ചതാ? ഇല്ലടാ, നീ ഇവിടുന്ന് കരഞ്ഞ് അടുത്തൊന്നും ഒരു വീട് പോലും ഇല്ല. അങ്ങനെ അടുത്തൊന്നും വീടില്ലാത്ത നീ കരഞ്ഞ് കാലിങ്ങനെ പുഴുത്ത് വ്രണം വന്ന് നീ ഇവിടെ തന്നെ കിടക്കടാ എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ അവിടെ നിന്ന് പോകുവാട്ടോ. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോവാണ് പ്രകാശൻ. അടുത്തൊന്നും ആരുമില്ലാത്തോണ്ട് പ്രകാശൻ രക്ഷിക്കാൻ ആരും വരുന്നില്ലോ. പിന്നെ ആരൊക്കെയോ വന്ന് പ്രകാശനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ അമ്മൂമ്മയാണെന്നുണ്ടെങ്കിൽ രാത്രി അതെല്ലാം കഴിഞ്ഞ് പാതിരാത്രി തന്നെയാണ് വീട്ടിലേക്ക് നടന്നു വരുന്നത്. അതിരാവിലെ തന്നെ കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്ക് അമ്മൂമ്മ എത്തുന്നുണ്ട്. അപ്പൊ ദീപയാണ് വാതിൽ തുറക്കണത്. എല്ലാമേ അമ്മന്റെ ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അതോ ഞാൻ നല്ലൊരു കാര്യം കഴിഞ്ഞു വരുവാ മോളെ എന്ന് പറയാണ്. നല്ലൊരു കാര്യം? അമ്മ എന്തൊക്കെയാ പറയണത്? അതൊക്കെ പറയാം, കിരണും കല്യാണി മോളും അവരിതേ എഴുന്നേറ്റേ ഉള്ളൂ എന്ന് പറയാണ്.
അങ്ങനെ കിരണും കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാ അമ്മൂമ്മ അമ്മ ഈ സമയത്ത് സായാഹ്നത്തിൽ നിന്ന് രാവിലെ തന്നെ പുറപ്പെട്ടായിരുന്നു അമ്മൂമ്മ എന്ന് ചോദിക്കുമ്പോഴേക്കും, സായാഹ്നത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്, ഞാൻ പ്രകാശിന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. പ്രകാശിന്റെ വീട്ടിൽ നിന്നാ? അവൻ ഇപ്പൊ നിൽക്കുന്ന വീട്ടിൽ നിന്ന്. എന്താ അമ്മൂമ്മ അങ്ങോട്ട് പോയത്? അതെ, ഞാനല്ലേ അവനെ പ്രസവിച്ചത്. അവൻ എന്നിട്ട് ഇപ്പോഴും നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുക മോളെ. അവൻ ഒരിക്കലും നന്നാവില്ല. അതുകൊണ്ട് ഞാൻ പ്രസവിച്ച എന്റെ മോൻ തന്നെ ഞാൻ തന്നെ ഇല്ലാതാക്കാൻ നോക്കി. മനസ്സിലായില്ല? അമ്മൂമ്മ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോ, ഞാൻ കൊന്നൊന്നുമില്ല മോളെ, പക്ഷെ അവനെ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ അവിടെ പോയി അവന് വയറ് നിറച്ചും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവന്റെ പഴയ പോലെ സ്നേഹിക്കുന്ന നല്ലൊരു അമ്മയായിട്ട് ഞാൻ അവിടെ കേറി. രാത്രി അവൻ ഉറങ്ങാൻ കിടന്നപ്പോ അവന്റെ രണ്ട് മുട്ടുകാലിൽ ഞാൻ തല്ലി ഒടിച്ചു. എന്നിട്ട് അവൻ അവിടെ ഇപ്പൊ കിടന്ന് നിരങ്ങായിരിക്കും. അയ്യോ അമ്മൂമ്മ, അമ്മൂമ്മ എന്താ അങ്ങനെയൊക്കെ ചെയ്തത്? അമ്മൂമ്മനെ തിരിച്ച് അയാൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ എന്ന് കിരൺ ചോദിക്കുമ്പോ, എന്നെ എന്ത് ചെയ്യാനാ മോനെ? അഥവാ എന്നെ ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവന്റെ കാല് തല്ലിയൊടിക്കാൻ പറ്റിയല്ലോ, അതിനുശേഷം അവനെന്നെ കൊന്നാലും കുഴപ്പമില്ല എന്നായിരുന്നു. കാരണം അവന്റെ ഇപ്പോഴും മനസ്സിൽ നിന്നെ കൊല്ലണമെന്ന് മാത്രമേ ഉള്ളൂ, കല്യാണി മോളെ നിന്നെ ഇല്ലാതാക്കണമെന്ന് മാത്രമേ ഉള്ളൂ അവനെന്ന് പറയാണ്. അതെനിക്കറിയാമേ, അയാൾ ഒരിക്കലും മാറില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ. എന്നാലും അവനെ ജീവനോടെ വേണ്ട, അവന്റെ നെഞ്ചിലിട്ട് അടിക്കാനാണ് ഞാൻ ഒരുങ്ങിയത്. പിന്നെ വേണ്ട, കാരണം എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ വയ്യ മോളെ. ഞാൻ ഇപ്പോഴാണ് നിങ്ങളെയൊക്കെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയത്. എനിക്ക് നിന്നെയും കാദംബരിനെയും കിരൺമോനെയും ദീപേനെ കാർത്തിക മോളെ ലക്ഷ്മീനെ കുഞ്ഞുവാവകളെയൊക്കെ താലോലിച്ച് എനിക്ക് മതിയായിട്ടില്ല. അതുകൊണ്ട് ജയിലിൽ പോയി കിടക്കേണ്ട വെച്ചിട്ട് അവന്റെ ജീവൻ ഞാൻ വെറുതെ വിട്ടത്. എന്തായാലും അവൻ പരാതി കൊടുക്കാൻ പോണൊന്നുമില്ല. കാരണം സ്വന്തം അമ്മ തല്ലി എന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും പരാതി കൊടുക്കില്ല. അവനെ നാണക്കേടാണല്ലോ. അതുകൊണ്ട് അവൻ കിടന്ന് നിരങ്ങട്ടെ എന്ന് പറയാണ്. അമ്മമ്മ എന്തായാലും അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് കിരണും കല്യാണം അകത്ത് കയറി കയറ്റുന്നുണ്ട് അമ്മമ്മേനെ. ശേഷമാണെങ്കിൽ പ്രകാശൻ എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പ്രകാശൻ അവിടെ നിന്ന് കരച്ചിലും ബഹളമാട്ടോ. അയ്യോ അമ്മേ, കാല് വേദനിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെയാണ്. കാലനക്കാൻ പോലും വയ്യ. അപ്പൊ കാല് പോയ രീതിയിൽ പ്രകാശൻ ഒരിക്കലും ഇനി കാലനക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് കാർത്തിക കിടക്കുന്നത്. അപ്പൊ ലക്ഷ്മി അമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ കല്യാണി വിളിച്ചു പറയുന്നുണ്ട്. അമ്മമ്മ ഇങ്ങനെ ഒരു പണി കൊടുത്തിട്ടുണ്ട്, അയാൾ അവിടെ വന്ന് കിടക്കുന്നുണ്ടെന്ന് പറയാണ്. ആണോ? എങ്കിൽ അയാളുടെ ആ കാഴ്ച ഞാൻ കൺകുളിർക്കുന്നത് കാണട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ കാർത്തിക് പറയണ്ട, എന്താ അമ്മയെ കാര്യ? അതെ, നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, ആ ദ്രോഹി, അവനിവിടെ കാലൊടിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന്. അവന്റെ അമ്മ തന്നെയാ കാലൊടിച്ചത്. ആഹാ, അത് നല്ലൊരു കാഴ്ചയാണല്ലോ. അതെ, ഞാൻ കാണാൻ പോവാ. എങ്കിൽ ഞാനും വരുന്നുണ്ട് അമ്മേ. മോളെ, നിനക്ക് നടക്കാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ആ കാഴ്ച കാണണം എന്ന് പറയാണ്. അങ്ങനെ കാർത്തികിനെയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മി പ്രകാശിന്റെ റൂമിലേക്ക് പോവാണ്. പ്രകാശിനോട് കാലൊടിഞ്ഞ് നിലവിളിച്ച് കിടക്കുക കേട്ടോ. ആ റൂമിലേക്ക് വന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, കണ്ടോടാ, അവസാനം നിന്റെ അമ്മ തന്നെ നിന്റെ കാലൊടിച്ച് കളഞ്ഞില്ലേ. ഇനി നിന്റെ മോന് മരിക്കണത് നിന്റെ കൺമുമ്പിൽ കാണേണ്ടി വരൂടാ. നീ എത്രയൊക്കെ ദ്രോഹം ചെയ്താലും അവന്റെ മുഖം കണ്ടില്ലേ മോളെ? ഇപ്പോഴൊന്നും ചെയ്യാത്ത പോലെ ഇരിപ്പ അവന്റെ മുഖം. ഇവനൊന്നും ഒരു കാലത്ത് നന്നാവാൻ പോണില്ല മോളെ എന്നൊക്കെ കാർത്തികടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശിന് ഒരുപാട് ശാപവാക്കുകൾ കൊണ്ട് നിറച്ചിട്ട് ലക്ഷ്മിയും കാർത്തിക അവിടെ നിന്ന് പോവാണ്. പ്രകാശാണെങ്കിൽ ബില്ലടക്കാൻ പോലും പൈസ ഇല്ലാതെ അവിടെ പിന്നെയും ദുരിതത്തിന് മോളെ ദുരിതം വരാൻ പോകുന്ന ഭാഗമായിട്ട് നമ്മൾ ഇനി കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.